എന്താ പിന്നെ ഒരു 16-17 ചോദ്യങ്ങൾ എന്താ ചോദ്യങ്ങൾ? നേർച്ചകൾ നടക്കുന്ന സ്ഥലങ്ങളിലും അതിന്റെ പരിസരങ്ങളിലും വെച്ച് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലരുന്നു, ചെണ്ടമുട്ട്, കുഴൽവിളി എന്നിങ്ങനെയുള്ള വാദ്യാഘോഷങ്ങൾ നടക്കുന്നു, കരിമരുന്ന് പ്രയോഗം, ഗാനമേള എന്നിത്യാദികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ പലതും നടക്കുന്ന നിശ്ചിത ദിവസങ്ങളിൽ അവിടെ സിയാറത്തിന് പോകേണ്ടതില്ല എന്നിങ്ങനെയാണ് ആണ്ടുനേർച്ചയെ പറ്റി നല്ലവരായ ചിലരുടെ അഭിപ്രായം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചോദ്യം. അതിന് ഉത്തരം കേട്ടോളി. എന്താ ഉത്തരം എന്നറിയങ്ങൾ? ഒന്ന്, ആദ്യം പറയട്ടെ, ചെണ്ടമുട്ട് അനുവദനീയാണോ? ശരിക്കും പഠിച്ചോളൂ. ഈ ബുക്കിന് ഫോട്ടോകോപ്പിയാണ് നിങ്ങൾ ഇങ്ങനെ എടുത്തോളുണ്ട്, ഒറിജിനൽ തരൂല. ഫോട്ടോകോപ്പി ഒറിജിനൽ എപ്പോഴും നമ്മളെ കയ്യിൽ വേണം. എന്താ പറയുക? ചെണ്ടമുട്ട് ആദ്യത്തെ സൈഡ് ഹെഡിങ് ചെണ്ടമുട്ട്, അതിന്റെ അടിയിൽ കുഴൽവിളി. ഇനി ഓരോന്നിന്റെ 10 കേട്ടോ. ചെണ്ടമുട്ട് കൂപത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്ന് റാഫി ഇമാമും നബി ഇമാം ഒത്തിരിക്കുന്നു. കൂപത്ത് എന്താ? ഈ കൂപത്ത് നടുകുടുങ്ങി. തുടിയല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണ്. തുടി, അപ്പൊ ഈ മുട്ടെന്നല്ല വർഷം, തുടിയുടെ മോഡലാണ്. ചെണ്ടന്റെ മോഡൽ നോക്കിയിട്ടാണ് ഹറാമും ഹലാലും. ഇരുഭാഗം വട്ടമൊത്തതും നടുകുടുങ്ങി നീളത്തിലുള്ളതുമായ തുടിമുട്ടൽ ഹറാമാകുന്നു. അത് മാത്രമേ ഉള്ളൂ തുടിയുടെ കൂട്ടത്തിൽ ഹറാം. വിരോധത്തിന്റെ ചെണ്ടകളിലല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിന് വിലങ്ങപ്പെടുന്നതല്ല, തുടി വിലങ്ങേണ്ടതാണ്. വിരോധത്തിന്റെ ചെണ്ടല്ലാത്ത എല്ലാ ചെണ്ടയും എന്ത് ചെയ്യാം? മുട്ടാം. അപ്പൊ ചെണ്ടമുട്ട് ഈ ഒരു സാധനം ഉണ്ട്, ഈ നടു കുടുങ്ങി 2 ഭാഗം വട്ടത്തെ ഡുംഡുടും അതല്ലാത്ത വേറുള്ളതൊക്കെ മുട്ടാനാണ്. എന്നാ പാവ റിഫായി ഷേഖ് ഈ തുടിയും കൊണ്ടാ കഅബ തവാഫ് ചെയ്യാൻ പോയത്. മുന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കീകളിമ്പിരി വേണ്ടെന്ന് ചൊന്നോവർ ഉടനെ റഫാഴി മാതിലിൽ കൂളത്തിയാറ് അപ്പോളെ കഅബം തവാഫെന്ന് ചൊന്നോവർ ഇളകി കഅബം തുളുമ്പുന്ന നേരത്ത് ഒളിവർ റഫാഴി എന്നല്ലാഹ് വിളിച്ചോവർ ഏഴാകാശം വാതിലൊക്കെ തുറന്നു പോയി ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ. റിഫാഴി ഒന്ന് നിർത്തണേ, കഅബ അവിടെ നിൽക്കട്ടെ, ഇനി ആൾക്കാർ വരാണ്ട് പിൽക്കാലത്ത്. അപ്പോഴാ കഅബ അവിടെ നിന്നതാണ്. അതൊരു കഥ വേറെ. ഇനി അങ്ങനെ അതൊന്ന്. അപ്പൊ ഈ തുടി മുട്ടാൻ പാടില്ല. വേറുള്ള എല്ലാ ചെണ്ടയും, അപ്പൊ മാരാമാരടുത്തുള്ള ചെണ്ട തുടിപ്പെടൂല, അത് മുട്ട ഡും ഡും. ഇത് അനാചാരാണെന്ന് ഒറ്റ സുന്നിയും പറയാൻ പാടില്ല. നിങ്ങളെ കാന്തപുരത്തിന്റെ അവതാരികയോടുകൂടി എഴുതിയ പുസ്തകത്തിലാണ് ഇത് അനുവദനീയാണെന്ന് എഴുതിയിട്ടുള്ളത്.